देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौरभक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांध राधा कांध नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഭഗവത്ഗീത സത്സംഗത്തിലേക്ക്, ഇസ്കോൺ ഗുരുവായൂരിന്റെ ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാമത്തെ ശ്ലോകം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയിട്ടുള്ള പാണ്ഡുപുത്രന്മാരും എൻ്റെ പുത്രന്മാരും എന്താണ് ചെയ്തത് എന്ന് ധൃതരാഷ്ട്രൻ തൻ്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയനോട് ചോദിക്കുന്നു. ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഭഗവത്ഗീത സമ്പൂർണമായിട്ടുള്ള ശാസ്ത്രമാണെന്നും അത് ഒരു കൃഷ്ണഭക്തന്റെ സഹായത്തോടുകൂടി പഠിക്കേണ്ടതാണെന്നും അങ്ങനെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് എല്ലാ ശാസ്ത്രങ്ങളിൽ ഉള്ളതിനേക്കാൾ ജ്ഞാനം നേടാൻ സാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മക്ഷേത്രം എന്നുള്ള വാക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുരുക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ സാന്നിധ്യം കുരുക്ഷേത്രത്തിൽ ഉള്ളതിന്റെ പ്രത്യേകതയെക്കുറിച്ചും അവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ പറയുന്നുണ്ട്. ഈ യുദ്ധാനന്തരം എന്തായാലും ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ള സൂചന കൂടിയാണ് ധർമ്മക്ഷേത്ര എന്നുള്ള വാക്കുകൊണ്ട് ഭഗവത്ഗീത ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾക്ക് രണ്ടാമത്തെ ശ്ലോകം വായിക്കാം. ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്രൻ സഞ്ജയനോട്, മന്ത്രിയായിട്ടുള്ള സഞ്ജയനോട് ചോദിക്കുന്നതാണ്. ഹസ്തിനപുരത്തിലെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടാണ് ധൃതരാഷ്ട്രൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. സഞ്ജയനോട് ചോദിക്കാനുള്ള സഞ്ജയന്റെ പ്രത്യേകതയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജയന് വ്യാസദേവനിൽ നിന്ന് പ്രത്യേകം അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഉള്ള ഒരു പ്രത്യേക അനുഗ്രഹം സഞ്ജയന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജയനോട് ധൃതരാഷ്ട്രൻ എന്താണ് അവിടെ നടന്നത്, യുദ്ധഭൂമിയിൽ എന്താണ് നടന്നിട്ടുള്ളത്, ആരാണ് വിജയിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രർക്ക് അറിയേണ്ടത്. ഈ ഉദ്ദേശം
എന്താണ് ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമായിട്ട് സഞ്ജയന് അറിയാം. അതിന്റെ ഉത്തരം ഏറ്റവും ഓപ്പണായിട്ട് തുറന്നു പറയുന്നത് അവസാനത്തിലെ ശ്ലോകത്തിലാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് അവസാനമാണ് പറയുന്നത്. നേരിട്ട് പെട്ടെന്ന് തന്നെ ധൃതരാഷ്ട്രനെ സങ്കടപ്പെടുത്തുന്ന തരത്തിൽ ഉത്തരം കൊടുക്കണ്ട എന്ന് കരുതി വിശദമായിട്ടാണ് സഞ്ജയൻ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഇഷ്ടപുത്രൻ ദുര്യോധനൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് സഞ്ജയൻ ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നതാണ് സഞ്ജയ ഉവാച. സഞ്ജയൻ പറഞ്ഞു, ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. എന്താണ് സഞ്ജയൻ പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ആ ശ്ലോകവും വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് ശ്ലോകം വായിക്കുന്നത്? രണ്ടാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി, വായിക്കട്ടെ? പ്രേമ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. അർത്ഥം വായിക്കണോ പ്രഭുജി? വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജയമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ഭാവാർത്ഥം: ജനനം മുതൽക്കേ അന്ധനായിരുന്നു ധൃതരാഷ്ട്രർ. നിർഭാഗ്യവശാൽ ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല. ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കളും അത്ര തന്നെ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ജനനം മുതൽക്കേ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രരുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധ്യമല്ലെന്നും അറിയാം. എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിന്റെ സ്വാധീന ശക്തിയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട്. ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിന്റെ ഉദ്ദേശം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു. തീർത്ഥസ്ഥലത്തിന്റെ സ്വാധീന ശക്തിക്ക് അധീനരായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങാനിടയില്ലെന്ന് വിഷാദഗ്രസ്തനായ രാജാവിനെ ധൈര്യപ്പെടുത്താനായി സഞ്ജയൻ പറയുന്നു. ദുര്യോധനൻ പാണ്ഡവരുടെ സേനാവ്യൂഹം കണ്ട ശേഷം ദുര്യോധനൻ തന്റെ ആചാര്യനായ ദ്രോണരുടെ അരികിൽ സത്യസ്ഥിതി അറിയിക്കാനായി ചെല്ലുന്നു. രാജാവാണെങ്കിൽ കൂടി ദുര്യോധനന് കാര്യഗൗരവം മൂലം ദ്രോണാചാര്യരെ ചെന്നു കാണേണ്ടി വന്നു. രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. പക്ഷേ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഭയത്തെ തന്ത്രപരമായ ഈ പുകമറ കൊണ്ട് മൂടിവെക്കാൻ ദുര്യോധനന് കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രേമ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ സഞ്ജയന്റെ പ്രത്യേകത ഇവിടെ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. സഞ്ജയ് ഉവാച. സഞ്ജയന് രാജാവിന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഒരു മന്ത്രിയാണ്. രാജാവ് ചോദിച്ചത് കിം അകുർവത, അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. പക്ഷെ എന്താണ് രാജാവിന്റെ ഉദ്ദേശം? ആരാണ് വിജയിക്കാൻ പോകുന്നത്? അവിടെ യഥാർത്ഥത്തിൽ യുദ്ധം നടന്നില്ലേ? യുദ്ധത്തിൽ കൗരവർ പാണ്ഡവരെ തോൽപ്പിക്കണം എന്ന് തന്നെയാണ് ധൃതരാഷ്ട്രന്റെ ഉദ്ദേശം. അത് നടന്നിട്ടില്ലേ എന്നാണ് സഞ്ജയനോട് ചോദിക്കുന്നത്. യുദ്ധം നടക്കാതെ പോകുമോ എന്ന ഒരു ഭയം ധൃതരാഷ്ട്രർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. കാരണം അത് കുരുക്ഷേത്രമാണ്, പുണ്യഭൂമിയാണ്. അവിടെ വെച്ച് എന്തെങ്കിലും ഒത്തുതീർപ്പ് നടന്നോ? യുദ്ധം നടക്കാതെ പോയോ? യുദ്ധം നടന്നാൽ എന്തായാലും തന്റെ പക്ഷം വിജയിക്കുമെന്ന് ധൃതരാഷ്ട്രർക്ക് ഉറപ്പുണ്ടായിരുന്നു. യുദ്ധം നടന്നില്ലേ, ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് സഞ്ജയനോട് ധൃതരാഷ്ട്രൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സഞ്ജയൻ എന്താണ് പറഞ്ഞത്? സഞ്ജയനും ധൃതരാഷ്ട്രന്റെ മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിക്കുന്ന രീതിയിലാണ് സത്യം വെളിപ്പെടുത്തുന്നത്. അല്ലെ, സത്യം കയ്പുള്ളതാണെങ്കിലും അത് വളരെ മധുരമായിട്ടാണ് സഞ്ജയൻ അവതരിപ്പിക്കുന്നത്. സത്യം ഭൂയാത് പ്രിയം ഭ്രൂയാത് എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. സത്യം നമ്മൾ നല്ല മനോഹരമായിട്ട് അവതരിപ്പിക്കണമെന്നാണ്. സത്യം ഭ്രൂയാത് പ്രിയം ഭ്രൂയാത്. സത്യം മുഖത്തടിച്ച പോലെ നമ്മൾ പറയണമെന്നില്ല. അത് നല്ല അനുനയിപ്പിക്കുന്ന രീതിയിൽ നമ്മൾക്ക് അവരെ വാസ്തവം പറഞ്ഞ് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാനും സാധിക്കും. രണ്ടു വിധത്തിൽ സത്യം പറയാം അല്ലെ. വളരെ ഹാർഷായിട്ട് നമ്മൾക്ക് പറയാം, വളരെ അരോചകമായിട്ട് സത്യം പറയാം, അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ അവരെ വാസ്തവം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ വഴിയാണ് സഞ്ജയൻ തീരുമാനിച്ചത്. വാസ്തവം പറഞ്ഞു മനസ്സിലാക്കാനാണ് സഞ്ജയൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ധൃതരാഷ്ട്രന് ആദ്യം തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ദുര്യോധനൻ, ധൃതരാഷ്ട്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രൻ എന്താണ് ചെയ്തത് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സഞ്ജയൻ പറഞ്ഞിട്ടുള്ളത്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യം ഉപസംഗമ്യ രാജ വചനം അബ്രവീത്. ദൃഷ്ട്വാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട്, ദൃഷ്ട്വ കണ്ടതിന് ശേഷം, പാണ്ഡവാനീകം വ്യൂഢം, പാണ്ഡവാനീകം പാണ്ഡവരാൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള സൈന്യം. വ്യൂഢം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈനികമായിട്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. സേനാവിന്യാസത്തിനാണ് വ്യൂഢം എന്ന് പറയുന്നത്. സേനാവിന്യാസം, സൈനിക വിന്യാസം. ആ പാണ്ഡവരുടെ സൈന്യം വളരെ നല്ല രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ക്രമമായിട്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സൈനിക വ്യൂഹം, പാണ്ഡവരുടെ സൈനിക വ്യൂഹം അത് കണ്ട സമയത്ത് ദുര്യോധനന് ഒരു ഉൾക്കിടിലമുണ്ടായി എന്നാണ്. യഥാർത്ഥത്തിൽ ദുര്യോധനൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സൈന്യം, വലിയൊരു സൈന്യം പാണ്ഡവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ദുര്യോധനൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? പാണ്ഡവരെ 12 വർഷക്കാലം ചൂതാട്ടത്തിന് ശേഷം, ചൂതുകളിക്ക് ശേഷം 12 വർഷക്കാലം വനവാസത്തിന് അയച്ചതാണ്. അതിനുശേഷം 1 വർഷം അജ്ഞാതവാസത്തിനും അയച്ചു. അപ്പോൾ അവർക്ക് രാജ്യവുമായിട്ടുള്ള ബന്ധം, മറ്റു രാജാക്കന്മാരുമായിട്ടുള്ള ബന്ധം, നാട്ടുകാരുമായിട്ടുള്ള ബന്ധം എല്ലാം ഇല്ലാതായി പോകും. അങ്ങനെ അവർ അലഞ്ഞു തിരിഞ്ഞ് കാട്ടിലും മേട്ടിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് ഇല്ലാതായിക്കോളും, അവരുടെ ശക്തി മുഴുവൻ ഇല്ലാതായിക്കോളും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരെ 12 വർഷം വനവാസത്തിലും പിന്നീട് അജ്ഞാതവാസത്തിലും അയച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിനൊക്കെ ശേഷവും അവർക്ക് ഇത്രയും രാജാക്കന്മാരെ സംഘടിപ്പിക്കാനും വലിയൊരു സൈന്യത്തെ യുദ്ധത്തിനായിട്ട് സജ്ജീകരിക്കാനും അവർക്ക് സാധിച്ചു. അത് ദുര്യോധനൻ പ്രതീക്ഷിക്കാത്തതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് കണ്ട സമയത്ത് അദ്ദേഹം കാര്യം വളരെ ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആചാര്യം ഉപസംഗമ്യ എന്ന് പറയും. ആചാര്യന്റെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നു. ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. സാധാരണഗതിയിൽ ദുര്യോധനൻ രാജകുമാരനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ദ്രോണാചാര്യരെ വിളിപ്പിക്കാം, ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഇത് അതീവ ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് സമയം ഒട്ടും കളയാതെ തന്നെ അങ്ങോട്ട് പോയി കണ്ടു. ദ്രോണാചാര്യരെ അങ്ങോട്ട് പോയി കാണുകയാണ് ദുര്യോധനൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാണ്ഡവരുടെ സൈന്യ വ്യൂഹത്തിൽ 7 അക്ഷൗണികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൗരവരുടെ സൈന്യത്തിൽ 11 അക്ഷൗണികളും പാണ്ഡവരുടെ സൈന്യത്തിൽ 7 അക്ഷൗണികളുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും 7 അക്ഷൗണികളെ സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അത് കണ്ടപ്പോഴാണ് ദുര്യോധനൻ ആചാര്യന്റെ അടുത്തേക്ക് പോയത് എന്ന് പറയും. ഒരു അക്ഷൗണി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് 21,870 രഥങ്ങൾ, 21,870 രഥങ്ങളും 21,870 ആനകള്, അതേപോലെ 65,610 അശ്വാരൂഢ സൈന്യം, കുതിരപ്പടയാളികൾ, 65,610 കുതിരപ്പടയാളികൾ, അതേപോലെ 1,09,30 കാലാൾപ്പടയാളികൾ. ഇത്രയും ചേർന്നതാണ് ഒരു അക്ഷൗണി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 7 അക്ഷൗണികൾ പാണ്ഡവരുടെ പക്ഷത്ത് ദുര്യോധനൻ കണ്ടു. ഈ ഒരു സൈന്യവ്യൂഹത്തെ കണ്ട സമയത്താണ് ദുര്യോധനൻ ആചാര്യന്റെ അടുത്തേക്ക് പോയത് എന്ന് പറയുന്നത്. ആചാര്യൻ എന്ന് പറയുന്നത് ദ്രോണാചാര്യരെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ദ്രോണൻ മഹാഭാരതത്തിലെ വലിയൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ദ്രോണൻ. ദ്രോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം എന്നാണ് അർത്ഥം. പാത്രത്തിൽ നിന്നാണ് ദ്രോണൻ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദ്രോണാചാര്യൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ദ്രോണാചാര്യൻ. ഭരദ്വാജ മുനിയുടെ പുത്രനാണ് ദ്രോണാചാര്യൻ. ആചാര്യം ഉപസംഗമ്യ, ആചാര്യന്റെ അടുത്ത് ചെന്നും
രാജ വചനം അബ്രവീത്. രാജ, അല്ലയോ രാജാവേ. ഈ രാജ എന്ന് ആരെയാണ് വിളിക്കുന്നത്? ഈ ശ്ലോകത്തിൽ രാജ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആർക്കാണ് പറയാൻ സാധിക്കുന്നത്? ദുര്യോധനൻ. ആരെയാണ്? യെസ്, സഞ്ജയൻ ആരോടാണ് സംസാരിക്കുന്നത്? ധൃതരാഷ്ട്രനോടാണ് സംസാരിക്കുന്നത്. രാജ, അല്ലയോ രാജാവേ, അങ്ങയുടെ പുത്രനായിട്ടുള്ള ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യത്തെ കണ്ട സമയത്ത് എന്ത് ചെയ്തു? ആചാരം ഉപസംഗമ്യ, ആചാര്യന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാജാവേ. ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു, രാജ, അല്ലയോ രാജാവേ. ധൃതരാഷ്ട്രനോടാണ് പറയുന്നത്, രാജാവേ. ദുര്യോധനൻ വചനം അബ്രവീത്. വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക്. വാക്ക് സംസാരിച്ചു, ഇങ്ങനെ സംസാരിച്ചു. അബ്രവീത്, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. എന്താണ് ദുര്യോധനൻ ആചാര്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പശ്യേതാം പാണ്ഡുപുത്രാണം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പശ്യേതാം പാണ്ഡുപുത്രാണം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം. മൂന്നാമത്തെ ശ്ലോകം ജ്ഞാനാംബിക മത. ഓം നമോ ഭഗവതേ വാസുദേവായ. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. അല്ലയോ വിവർത്തനം. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ശീലപ്രഭാത് ഗീജൈ ഭാവാർത്ഥം. നയതന്ത്രജ്ഞനായ ദുര്യോധനൻ സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദ രാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈര്യമുണ്ടായിരുന്നു. തൽഫലമായി ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. ഇതെല്ലാം ആചാര്യന് നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈന്യ അഭ്യാസത്തിന് അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്കറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ദൃഷ്ടദ്യുമ്നന് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യരിൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു. ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചത്. ദ്രോണാചാര്യരുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലെയുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത്. വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ. അത്തരം ഒരു ദയാദാക്ഷിണ്യം പരാജയത്തിലെ കലാശിക്കൂ എന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു. ഹരേ കൃഷ്ണ. പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജ്ഞാനാംബിക. എന്താണ് സഞ്ജയൻ പറഞ്ഞത്? പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. അപ്പോൾ ഇതാര് പറയുന്നതാണ്? ഇത് ദുര്യോധനൻ പറയുന്നതാണ്, അല്ലെ? ദുര്യോധനൻ ആചാര്യനോട് പറയുന്നതാണ്. അത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്താണ് ദുര്യോധനൻ പറഞ്ഞത്? ആചാര്യന്റെ അടുത്ത് പോയി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആചാര്യം ഉപസംഗമ്യ, ആചാര്യന്റെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. രാജ വചനം അബ്രവീത്, ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദുര്യോധനൻ എന്താണ് പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. പശ്യേതാം, ഇത് നോക്കൂ എന്നാണ് ആചാര്യനോട് പറഞ്ഞത്. ദ്രോണാചാര്യരോട് ദുര്യോധനൻ പറയാണ്, അങ്ങ് ഇത് നോക്കൂ.
പശ്യേതാം പശ്യ ഏതാം. ഇത് അങ്ങ് നോക്കൂ, ഇവിടെ നോക്കൂ. എന്താണ് നോക്കേണ്ടത്? പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും. പാണ്ഡുപുത്രന്മാരാൽ അല്ലെ, പാണ്ഡുപുത്രന്മാരാൽ സജ്ജമാക്കപ്പെട്ടിട്ടുള്ള മഹതീം ചമും, അവര് വലിയൊരു മഹത്തായിട്ടുള്ള സൈന്യത്തെ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ചമും, അവര് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർ ഇത്രയും വലിയൊരു സൈന്യത്തെ, മഹതീം ചമം, മഹത്തായിട്ടുള്ള ഒരു സൈന്യത്തെ ഒരുക്കി നിർത്തും എന്ന് ആര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല? ദുര്യോധനൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് നോക്കൂ എന്ന് വന്ന് പറയേണ്ടി വന്നത്, അല്ലെ? പ്രതീക്ഷിക്കാത്തത് കാണുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു ഉൾക്കിടിലം, വലിയ ഭയമുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ആചാര്യന്റെ അടുത്ത് വന്നിട്ട് ഇത് നോക്കൂ, അങ്ങ് നോക്കൂ, പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ, പാണ്ഡുപുത്രന്മാർ സൈന്യമാക്കിയിട്ടുള്ള ആ മഹതീം ചമവും, മഹത്തായിട്ടുള്ള ആ സൈന്യത്തെ നോക്കൂ എന്ന് പറയുന്നത്, അല്ലേ? ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഇതിൽ അങ്ങയുടെ ഭാഗത്തും വലിയൊരു തെറ്റുണ്ട്, അങ്ങയ്ക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്നാണ് ഇവിടെ ദുര്യോധനൻ സൂചിപ്പിക്കുന്നത്. ശത്രുപക്ഷത്തിന് ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സൈന്യം കിട്ടിയതിനും അത് ഇത്രയും വളരെ നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെട്ടതിനും സജ്ജമാക്കിയതിനും അങ്ങയുടെ കൂടി പങ്കുണ്ട്. അത് വലിയൊരു തെറ്റായിപ്പോയി. അങ്ങേക്ക് ഒരു മുൻകാലത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതിനെ ആവർത്തിക്കരുത് എന്നാണ് ഇവിടെ ദുര്യോധനൻ സൂചിപ്പിക്കുന്നത്, അല്ലെ? എന്താണ് അങ്ങേക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ആരാണ് ഈ സൈന്യത്തെയൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്? ആരാണ് പാണ്ഡവരുടെ സേനാനായകൻ എന്നാണ് ഇവിടെ പറയുന്നത്. ആ സേനാനായകനാണ് ആ സൈന്യത്തെ ഇത്രയും നല്ല രീതിയിൽ സൈനിക വിന്യാസം നടത്തിയിട്ടുള്ളത്. വ്യൂഢാം ദ്രുപദപുത്രേണ. ആരാണത് ചെയ്തിട്ടുള്ളത്? ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അപ്പോൾ ആചാര്യനെ ഒന്ന് ചൊടിപ്പിക്കണം, ദ്രോണാചാര്യരെ ഒന്ന് ചൊടിപ്പിക്കണം, ആ ശത്രുക്കളോടുള്ള ആ ശത്രുത വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദുര്യോധനൻ വലിയ പൊളിറ്റീഷ്യനാണ്, നയതന്ത്രജ്ഞനാണ്. ഇവിടെ ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്, അദ്ദേഹം വലിയൊരു പൊളിറ്റീഷ്യനാണ്. എങ്ങനെ ആളുകളോട് സംസാരിക്കണം, എങ്ങനെ ആളുകളുടെ മനസ്സ് മാറ്റണം എന്നൊക്കെ ദുര്യോധനന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പാണ്ഡവരുടെ സേനാനായകന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ എന്നാണ്. ദൃഷ്ടദ്യുമ്നനാണ് പാണ്ഡവരുടെ സേനാനായകൻ. ആ ദൃഷ്ടദ്യുമ്നനാണ് പാണ്ഡവരുടെ സൈന്യത്തെ മുഴുവൻ ഇത്രയും മഹത്തായിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ദൃഷ്ടദ്യുമ്നേന എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദൃഷ്ടദ്യുമ്നാൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ്രുപദപുത്രേണ. വ്യൂഢാം ദ്രുപദപുത്രേണ. ദുര്യോധന ഓരോ വാക്കും വളരെ സെലക്റ്റീവായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ദ്രുപദന്റെ പേര് ഇവിടെ ഉപയോഗിച്ചതിന് പ്രത്യേകതയുണ്ട്. കാരണം എന്താണ്? ദ്രോണാചാര്യരുടെ ശത്രുവായിട്ടാണ് ദ്രുപദൻ അറിയപ്പെടുന്നത്. ദ്രോണാചാര്യർക്ക് അദ്ദേഹത്തിനോട് വലിയ ഒരു ശത്രുതയുണ്ട്, ഒരു പകയുണ്ട്. ആ ശത്രുത വർദ്ധിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ദ്രുപദന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ്രുപദപുത്രേണ. ദ്രുപദന്റെ പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. അപ്പോൾ ദ്രുപദന്റെയും ദ്രോണാചാര്യരുടെയും കഥ നമ്മൾക്ക് അറിയാവുന്നതാണ്, അല്ലെ? ദ്രുപദനും ദ്രോണാചാര്യരും ഒരേ ആശ്രമത്തിലാണ് പഠിച്ചിരുന്നത്. രണ്ടുപേരെയും പഠിപ്പിച്ചത് ദ്രോണാചാര്യരുടെ പിതാവായിട്ടുള്ള ഭരദ്വാജ മഹർഷിയാണ്. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണാചാര്യൻ. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ തന്നെയാണ് പാഞ്ചാല രാജ്യത്തിലെ രാജകുമാരനായിട്ടുള്ള ദ്രുപദനും പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ്രോണാചാര്യരും ദ്രുപദനും ചെറുപ്പത്തിൽ, കുട്ടിക്കാലത്തിൽ അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർ വലിയ സ്നേഹബന്ധത്തിലായിരുന്നു ആ കുട്ടിക്കാലത്ത് കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ്രുപദൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞാൻ വളർന്ന് രാജാവായി കഴിഞ്ഞാൽ, എനിക്ക് രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ പകുതി രാജ്യം നിനക്ക് എന്തായാലും തരും എന്നിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. പകുതി രാജ്യം, ഞാൻ വളർന്ന് രാജാവായി കഴിഞ്ഞാൽ, എനിക്ക് രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ പകുതി രാജ്യം ഞാൻ നിനക്ക് നൽകും, എനിക്ക് അത്രയും നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ദ്രോണാചാര്യൻ ഒരു ശുദ്ധനായിട്ടുള്ള ബ്രാഹ്മണനായിരുന്നു. അത് അദ്ദേഹം അതേപടി സ്വീകരിച്ചു, അതേപടി അദ്ദേഹം വിശ്വസിച്ചു. പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി.
ദ്രുപദൻ പറഞ്ഞതുപോലെ തന്നെ പാഞ്ചാല രാജ്യത്തിന്റെ രാജാവായി അദ്ദേഹം അങ്ങനെ രാജാവായിട്ട് രാജ്യം ഭരിക്കുകയാണ്. പക്ഷെ ദ്രോണാചാര്യരുടെ കാര്യം വലിയ കഷ്ടത്തിലായിരുന്നു. ദ്രോണാചാര്യന് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വിവാഹവും ചെയ്തു. അല്ലെ, വിവാഹം ചെയ്തത് ആരെയാണ്? കൃപാചാര്യരുടെ സഹോദരി കൃപിയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. അതിലൊരു കുട്ടിയുമുണ്ടായി, അശ്വത്ഥാമാവ്. അല്ലെ, ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. അങ്ങനെ കുടുംബവുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. വരുമാന മാർഗമൊന്നുമില്ല, വലിയ ദാരിദ്ര്യത്തിലൊക്കെയാണ്. അപ്പോൾ അവരുടെ ദാരിദ്ര്യത്തിനെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. ഒരിക്കൽ അശ്വത്ഥാമാവ് പാല് കുടിക്കാൻ ചോദിച്ച സമയത്ത് ആ പാല് പോലും കൊടുക്കാനില്ലായിരുന്നു. അതിനു പകരം കുറച്ച് അരിമാവ് കലക്കി അശ്വത്ഥാമാവിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ദുരവസ്ഥയൊക്കെ ഉണ്ടായി. ഈ സമയത്ത് ഇതിലൊക്കെ ഈ തന്റെ അവസ്ഥയിൽ വലിയ മനപ്രയാസമുണ്ടായി. അദ്ദേഹം തന്റെ സുഹൃത്തിനെ, ബാല്യകാല സുഹൃത്തിനെ കുറിച്ച് ഓർത്തു. കൃപിയും അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ പാഞ്ചാല രാജാവ് ദ്രുപദൻ നിങ്ങളുടെ സുഹൃത്തല്ലേ, അദ്ദേഹത്തിനോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു. അല്ലെ, നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അവസരം കേട്ടിട്ടുണ്ട്. സുധാമാവിന്റെ കഥ. സുധാമാവ് ദരിദ്രത്തിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി ഓർമ്മിപ്പിച്ചു, നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത് ഇപ്പോൾ ദ്വാരകയിലെ രാജാവല്ലേ, അദ്ദേഹത്തിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ നല്ല രീതിയിലാണ് പര്യവസാനിച്ചത് ആ ഒരു സന്ദർഭം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായത്. ദ്രോണൻ അന്ന് ആചാര്യനൊന്നും ആയിട്ടില്ല. ദ്രോണൻ ബ്രാഹ്മണനായിട്ട് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ദ്രുപദനെ പോയി കണ്ടേക്കാം, എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തല്ലേ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞാൻ രാജാവായി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പകുതി നിനക്ക് നൽകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ സ്വീകരിക്കാതിരിക്കില്ല, തന്നെ സഹായിക്കാതിരിക്കില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ദ്രുപദന്റെ കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷെ ദ്രുപദൻ രാജാവായ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവം മുഴുവൻ മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ സുഹൃത്തിനൊക്കെ മറന്നുപോയി. ദ്രോണാചാര്യനുമായിട്ടുള്ള സൗഹൃദ ബന്ധമൊക്കെ മറന്നുപോയി. മാത്രമല്ല, വീണ്ടും ദ്രോണനെ ഒരു സുഹൃത്തായിട്ട് പരിഗണിക്കുന്നതിൽ ദ്രുപദന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ദ്രോണൻ ഒരു ദരിദ്രനായിട്ടുള്ള വ്യക്തിയാണ്, ഒരു സാധാരണ ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് ഒരു രാജപദവിയോട് ഒത്തുചേർന്നിരിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദ്രോണാചാര്യൻ വന്ന് ബാല്യകാലമൊക്കെ ഓർമ്മിപ്പിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതൊക്കെ പണ്ടത്തെ കാര്യമാണ്, ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യതയുള്ളവർ തമ്മിലാണ് സുഹൃത്തുക്കളായിട്ടിരിക്കുക, ഒരേപോലെയുള്ളവരാണ് സുഹൃത്തുക്കളായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും തുല്യരാണെന്ന് കരുതാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഞാനിപ്പോൾ രാജാവാണ്, ഞാൻ പാഞ്ചാല വംശത്തിന്റെ, പാഞ്ചാല രാജ്യത്തിന്റെ രാജാവാണ്. നീയാണെങ്കിലോ, നീ ഒരു സാധാരണ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തുല്യരാകുന്നത്? നമ്മൾ തുല്യരായാലല്ലേ നമ്മൾ സുഹൃത്തുക്കളാവുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നത്? നമ്മൾ സുഹൃത്തുക്കളെയല്ല. അപ്പോൾ പിന്നെ ഞാൻ നിന്നെ സഹായിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് വളരെയധികം ഇൻസൾട്ട് ചെയ്തു, വളരെയധികം അപമാനിച്ചു വിട്ടു. അപ്പം ഇതുകൂടിയായ സമയത്ത് ദ്രോണാചാര്യർക്ക് വലിയ ദുഃഖഭാരമുണ്ടായി, വലിയ ദേഷ്യമുണ്ടായി. ദ്രുപദനോട് വലിയ പക തോന്നി. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം കൗരവരുടെ അധ്യാപകനായിട്ട് മാറുന്നത്. ആയോധന കല അഭ്യസിപ്പിക്കുന്നതിൽ അദ്ദേഹം പിന്നീട് അവരുടെ ആചാര്യനായിട്ട് അവരോധിക്കപ്പെട്ടു. ഒരു ദിവസം പാണ്ഡവരും കുട്ടികളായിരുന്ന സമയത്ത് പാണ്ഡവരും കൗരവരും ഒരുമിച്ചാണ്. അവർ പന്ത് കളിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ പന്ത് വലിയൊരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. അവർക്ക് അത് എടുക്കാൻ സാധിക്കുന്നില്ല. അത് വലിയ ആഴമുള്ള കിണറാണ്. ആ പന്ത് കാണാൻ തന്നെ ഇല്ല. ആ സമയത്താണ് ദ്രോണൻ അതിലെ പോകുന്നത്. അവരെ അദ്ദേഹം സഹായിക്കാമെന്നേറ്റു. അതിനുശേഷം അദ്ദേഹം ഒരു പുൽക്കൊടി എടുത്ത് ഒരു പ്രത്യേക മന്ത്രം ചൊല്ലി ആ പന്തിലേക്ക് എറിഞ്ഞു. അതിനുശേഷം മറ്റു പുൽക്കൊടികൾ പറിച്ച് അദ്ദേഹം ഒരു കയറ് പോലെയാക്കി ആ പന്തിനെ തിരിച്ചെടുത്തു. ഇത് വളരെ അത്ഭുതമായിട്ട് ആ കുട്ടികൾക്ക് മനസ്സിലായി. വേറെ ആർക്കും അങ്ങനെ സാധിക്കില്ല. ഒരു പുൽക്കൊടി കൊണ്ട് ആ പന്തിനെ, കിണറ്റിൽ വീണുപോയ പന്തിനെ തിരിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഇത് വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്.
സാധാരണ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വരൂ, ഞങ്ങള് ഭീഷ്മ പിതാമഹൻ അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ദ്രോണാചാര്യരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ വരുന്നില്ല, നിങ്ങൾ എന്തായാലും ഭീഷ്മാചാര്യരോട് പറയൂ, സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു. കുട്ടികൾ വലിയ അത്ഭുതത്തോടു കൂടി ഭീഷ്മദേവനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ പന്ത് കിണറ്റിൽ പോയ സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ സഹായിച്ചു, അത് വളരെ അത്ഭുതകരമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കേട്ട സമയത്ത് തന്നെ ഭീഷ്മാചാര്യർക്ക് മനസ്സിലായി, ഇത് സാധാരണ വ്യക്തിയല്ല, ഇത് ദ്രോണൻ തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിനെ വിളിപ്പിച്ചു, കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കുട്ടികളെ ആയോധന കലയൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ അവരുടെ ആചാര്യനായിട്ട് അവിടെ നിയോഗിച്ചു. അങ്ങനെയാണ് ദ്രോണൻ ദ്രോണാചാര്യനായിട്ട് മാറുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ആയോധന കലകളെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ അധ്യാപനമൊക്കെ കഴിഞ്ഞ ശേഷം അവസാന സമയത്ത് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായ സമയത്ത് ഗുരുദക്ഷിണയായിട്ട് അവരോട് ദ്രോണാചാര്യൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിച്ച സമയത്ത് ദ്രോണാചാര്യൻ പറഞ്ഞു, നിങ്ങൾ ദ്രുപദനെ ജീവനോടുകൂടി എൻ്റെ മുന്നിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊല്ലരുത്, ജീവനോടുകൂടി പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് തന്നെ ദുര്യോധനൻ ഞങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ തൻ്റെ 99 സഹോദരന്മാരുമായി ചെന്ന് പാഞ്ചാല രാജാവ് ദ്രുപദനോട് യുദ്ധം ചെയ്തു. പക്ഷെ അവർക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹം വലിയ വില്ലാളി വീരനായിരുന്നു, യുദ്ധവീരനായിരുന്നു. അങ്ങനെ ദുര്യോധനൻ അത് സാധിച്ചില്ല. പിന്നീട് അതിനുശേഷമാണ് അർജുനന്റെ നേതൃത്വത്തിൽ പാണ്ഡവന്മാരെല്ലാവരും പോയി പാഞ്ചാല ദേശത്ത് പോയി ദ്രുപദനുമായിട്ട് യുദ്ധം ചെയ്ത് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നത്. ദ്രോണാചാര്യൻ പറഞ്ഞതുപോലെ തന്നെ ദ്രുപദനെ കെട്ടിക്കൊണ്ടുവരുന്നത് അർജുനാണ്. അതുകൊണ്ട് അർജുനോട് ഒരു പ്രത്യേക വാത്സല്യം ദ്രോണാചാര്യർക്കുണ്ട്. അതാണ് ഇവിടെ ദുര്യോധനൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വാത്സല്യമൊന്നും ഇപ്പോൾ തോന്നരുത്, അത് വലിയ അബദ്ധമാകും. നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു വാത്സല്യം തോന്നിയതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. എന്താണത്? ഈ ദ്രുപദന്റെ പുത്രനെ തന്നെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു അല്ലെ? ദ്രുപദനെ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് ആ സമയത്ത് ദ്രോണാചാര്യ പ്രഖ്യാപിച്ചു, ഞാൻ നിന്നെ തോൽപ്പിച്ചു, ഇനി മുതൽ നിന്റെ രാജ്യം എന്റേതാണ്, പാഞ്ചാല രാജ്യം എന്റേതാണ്, ഞാനാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്, ഞാൻ നിനക്കിപ്പോൾ എൻ്റെ രാജ്യത്തിന്റെ പകുതി നൽകാം, പാഞ്ചാല രാജ്യത്തിന്റെ പകുതി നൽകാം എന്ന് പറഞ്ഞ അദ്ദേഹം പാഞ്ചാല രാജ്യം വിഭജിച്ചു. ഇപ്പോൾ നമ്മൾ തുല്യരായി അല്ലെ? നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തുല്യരല്ല, അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളാവില്ല എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വളരെ മധുരമായിട്ട് അദ്ദേഹം പകവീട്ടി. എൻ്റെ രാജ്യത്തിന്റെ പകുതി നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ദ്രുപദർക്ക് പാഞ്ചാല രാജ്യത്തിന്റെ പകുതി കൊടുത്തു. ഇത് വലിയ സഹിക്കാൻ പറ്റാത്ത ഒരു അപമാനമായിട്ട് ദ്രുപദന് അനുഭവപ്പെട്ടു. ദ്രോണാചാര്യരോട് വലിയ പകയുണ്ടായി ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, ഇദ്ദേഹത്തിനെ ജീവിക്കാൻ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യനെ കൊല്ലുന്നതിന് വേണ്ടി ഒരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം ഒരു യജ്ഞം ചെയ്തു. ആ യജ്ഞത്തിലുണ്ടായ പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. ദ്രോണാചാര്യനെ കൊല്ലാൻ വേണ്ടി ജനിച്ചിട്ടുള്ള, യജ്ഞത്തിലൂടെ പുറത്തു വന്നിട്ടുള്ള പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. ഈ ദൃഷ്ടദ്യുമ്നനാണ് ദ്രോണാചാര്യനെ കൊല്ലാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ദൃഷ്ടദ്യുമ്നനും ആ സമയത്തും ഒരു സഹോദരിയും കൂടി ദ്രൗപദി, ദ്രുപദന്റെ പുത്രിയായിട്ടുള്ള ദ്രൗപദിയും കൂടി ആ യജ്ഞത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൃഷ്ടദ്യുമ്നനാണ് ദ്രോണാചാര്യനെ വധിക്കാൻ പോകുന്നത് എന്നുള്ള അശരീരിയും ആ സമയത്ത് ഉണ്ടായി. അപ്പൊ എല്ലാവർക്കും അറിയാം, ലോകത്തിൽ എല്ലാവർക്കും അറിയാം, ദൃഷ്ടദ്യുമ്നനാണ് ദ്രോണാചാര്യനെ വധിക്കാൻ പോകുന്നത്. മറ്റാർക്കും ദ്രോണാചാര്യനെ വധിക്കാൻ സാധിക്കില്ല. ദൃഷ്ടദ്യുമ്നനാണ് ദ്രോണാചാര്യനെ വധിക്കാൻ പോകുന്നത് എന്നറിയാം. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നൻ ആയോധന കല പഠിക്കാൻ വേണ്ടി ദ്രോണാചാര്യരെ സമീപിച്ച സമയത്ത് ദ്രോണാചാര്യൻ ദൃഷ്ടദ്യുമ്നനെ, തന്നെ കൊല്ലാൻ പോകുന്ന ആളെ, എല്ലാവിധ ആയോധന വിദ്യയും പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതൊരു ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവമായിട്ട് ഇവിടെ ശിലപ്രഭാതർ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെ? തന്നോട് ഒരു വിദ്യ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണന്റെ
ഡ്യൂട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്, പഠനം പാഠനം, താൻ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ ധർമ്മം. അത് ആരായാലും വേണ്ടില്ല, അവരുടെ ക്വാളിറ്റീസ് ഒന്നും നോക്കാതെ, അവരുടെ യോഗ്യതകളൊന്നും നോക്കാതെ, ശത്രുമിത്ര ഭേദമില്ലാതെ, അല്ലെങ്കിൽ ജാതി മതം ഭേദമില്ലാതെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ ധർമ്മം. അത് അതേപോലെ ദ്രോണാചാര്യൻ ചെയ്തു. ഇദ്ദേഹമാണ്, ഈ കുട്ടിയാണ് എന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് എല്ലാവിധ ആയോധന വിദ്യകളും, എങ്ങനെയാണ് തന്നെ വധിക്കേണ്ടത് എന്ന് വരെയുള്ള വിദ്യ പോലും ദ്രോണാചാര്യർ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അത് വലിയൊരു അബദ്ധമായിട്ടാണ് ഇവിടെ ദുര്യോധനൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ അദ്ദേഹം, 3-ാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ ഇതെല്ലാം എടുത്തു പറയുന്നത്. വ്യൂഢാം ദ്രുപദപുത്രേണ, ദ്രുപദപുത്രനാണ് നിങ്ങളെ വധിക്കാൻ പോകുന്നത്. ആ ദ്രുപദപുത്രേണ തവ ശിഷ്യേണ, അങ്ങ് ശിഷ്യത്വം കൊടുത്തു അല്ലെ, അത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ അത് എടുത്തു പറയുന്നത്. തവ ശിഷ്യേണ ധീമത, ധീമത എന്ന് പറയും, ബുദ്ധിമാനായിട്ടുള്ള അവൻ എന്ന് പറയുന്നത് അല്ലെ. ധീമത എന്ന് ആരെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ? വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ധീമത എന്ന് ആരെ കുറിച്ചാണ് പറയുന്നത്? ദൃഷ്ടദ്യുമ്നനെ കുറിച്ചാണ് അല്ലെ. അവൻ വലിയ ബുദ്ധിമാനാണ് അല്ലെ. അവൻ ബുദ്ധിമാനായിട്ട് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ച് എല്ലാവിധ ആയോധന കലകളും പഠിച്ചു. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ശത്രുപക്ഷത്ത് പോയിട്ട് അങ്ങേക്കെതിരായിട്ട് യുദ്ധത്തിനായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് വളരെയധികം സൂക്ഷിക്കണം. അങ്ങേക്ക് പാണ്ഡവരോടുള്ള വാത്സല്യം ഒന്നും ഇപ്പോൾ കാണിക്കരുത്. അങ്ങ് പണ്ട് കാണിച്ച വാത്സല്യത്തിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കരുത്. അങ്ങേക്ക് ഇനി ഒരു അബദ്ധം അതുപോലെ പറ്റരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ദ്രുപദന്റെ പേര് പറഞ്ഞിട്ട് ആ പക ദുര്യോധനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുകയാണ്. അതിനുശേഷം അടുത്ത ശ്ലോകങ്ങളിൽ ആദ്യം അവരുടെ സൈന്യബലത്തിനെ കുറിച്ച് ദുര്യോധനൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാണ്ഡവപക്ഷത്തുള്ള സൈന്യബലം, ആരൊക്കെയാണ് പാണ്ഡവപക്ഷത്തുള്ളത് എന്ന് എടുത്തു പറയുന്നുണ്ട്. കാരണം ഒരു വ്യക്തി, യുദ്ധത്തിന് വരുന്ന വ്യക്തി, ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി, ഒരു ക്ഷത്രിയൻ ശത്രുവിന്റെ ശക്തി അറിഞ്ഞിരിക്കണമെന്നാണ് അല്ലെ. ശത്രുവിന്റെ ശക്തി അറിയാതെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തോൽക്കാനാണ് സാധ്യത. എനിക്ക് എല്ലാ ശക്തിയും ഉണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും യുദ്ധത്തിന് പോകരുത്. ശത്രു എത്രത്തോളം ശക്തനാണ്, അദ്ദേഹത്തിന്റെ പ്രത്യേക ബലങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം യുദ്ധത്തിന് പോകാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യം തന്നെ ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പാണ്ഡവ പക്ഷത്തെ സൈന്യബലത്തെ കുറിച്ച് എടുത്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് സ്വന്തം സൈന്യബലത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരൊക്കെയാണ് പാണ്ഡവപക്ഷത്തുള്ളത് എന്ന് ദുര്യോധനൻ വിശദീകരിക്കുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ. പ്രഭു ആദ്യം ആ ഗുരുവിന്റെ പേരൊന്നുകൂടെ പറയണേ. ദ്രോണാചാര്യരുടെ ദ്രുപദന്റെ മറന്നുപോയി. ഭരദ്വാജ മഹർഷി. ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ഭരദ്വാജ മഹർഷിയുടെ പുത്രനാണ് ദ്രോണാചാര്യൻ അല്ലെ. ഭരദ്വാജ മഹർഷി ഘൃതചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്സരസിനെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് ശുക്ലസ്രാവം ഉണ്ടാവുകയും ആ ശുക്ലം അദ്ദേഹം ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോണം, സംസ്കൃതത്തിൽ ദ്രോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം എന്നാണ്. ആ ദ്രോണത്തിൽ നിന്നുണ്ടായവൻ എന്നുള്ള അർത്ഥത്തിലാണ് ദ്രോണൻ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ദ്രോണൻ, പാത്രത്തിൽ നിന്നുണ്ടായവൻ എന്നാണ് ദ്രോണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇപ്പൊ നമ്മൾ പാത്രത്തിൽ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായി എന്നൊക്കെ പറയും അല്ലേ. ടെസ്റ്റ് ട്യൂബ് ശിശു, അത് യഥാർത്ഥത്തിൽ ടെസ്റ്റ് ട്യൂബിലല്ല ഉണ്ടാകുന്നത്, ഗർഭപാത്രത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ടെസ്റ്റ് ട്യൂബിൽ തന്നെ ഉണ്ടായി, പാത്രത്തിൽ തന്നെ ദ്രോണാചാര്യൻ ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ യഥാർത്ഥ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ദ്രോണാചാര്യൻ. അദ്ദേഹത്തിന്റെ പിതാവാണ് ഭരദ്വാജൻ, ഭരദ്വാജ മഹർഷി അല്ലെ. ബൃഹസ്പതിയുടെ പുത്രനായിട്ടാണ് ഭരദ്വാജ മഹർഷിയെ പറയുന്നത്. സപ്തർഷിമാരിൽ ഒരു ആളാണ് ഈ ഭരദ്വാജ മഹർഷി. ഓക്കെ, അപ്പോൾ 2 ശ്ലോകം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ശ്ലോകം വായിക്കാം.